വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. സമിതിക്ക് ലഭിച്ച തെളിവുകളുടെ റിപ്പോർട്ടും ലോക്സഭയിൽ വയ്ക്കും. സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷൻ ജഗദംബിക പാലാകും റിപ്പോർട്ട് അവതരിപ്പിക്കുക. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, വഖഫ് ബില്ല് പരിഗണിച്ച സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കാനായി ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. നേരത്തെ ഈ സമ്മേളനം തുടങ്ങി രണ്ടാം ദിവസം തന്നെ ഈ ബില്ല് സഭയിൽ ഈ സമിതിയുടെ റിപ്പോർട്ട് സഭയിൽ അവതരിപ്പിക്കാൻ ഷെഡ്യൂൾ ചെയ്തിരുന്നെങ്കിലും പിന്നീട് അപ്രതീക്ഷിതമായി അത് മാറ്റിവെക്കുകയായിരുന്നു. അതിന്റെ കാരണം എന്നാൽ സർക്കാരോ ഈ സമിതി അധ്യക്ഷൻ ജഗദാംബിക പാലോ വിശദീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ആ ഒരു റിപ്പോർട്ടാണ് നാളെ അവതരിപ്പിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സമിതി വിവിധ സംസ്ഥാനങ്ങളിലായി നടത്തിയ സിറ്റിംഗുകളിൽ ലഭിച്ച തെളിവുകൾ, അതിന്റെ റിപ്പോർട്ടും നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം പാദത്തിലെ അവസാന ദിവസമാണ് നാളെ. ആ ഒരു ഘട്ടത്തിലാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് എന്നും നിർണായകമാണ്. ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പാദം അത് അവസാനിക്കുന്ന ദിവസം വരെയാണ് ഈ സമിതിയുടെ കാലാവധി. കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ കാലാവധി പൂർത്തിയായിരുന്നെങ്കിലും സമിതിയിലെ പ്രതിപക്ഷാംഗങ്ങൾ സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് ബജറ്റ് സമ്മേളനം വരെ ഈ സമിതിയുടെ കാലാവധി നീട്ടി നൽകിയിരുന്നത്. ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.